السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا سيدي يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما أموالكم وأولادكم فتنة والله عنده أجر عظيم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. قال سيدنا وحبيبنا محمد صلى الله عليه وسلم: إن أحب أسمائكم إلى الله عز وجل عبد الله وعبد الرحمن، أو كما قال رسول الله صلى الله عليه وسلم. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പവിത്രമായ ഈ ദിവസത്തിൽ അല്ലാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ സുഖലോക സ്വർഗത്തിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ വിപത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, കൂട്ടുകുടുംബാദികൾ, ഗുരുവര്യന്മാർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെ അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, നാം എല്ലാവരും വളരെയധികം ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ബലിപെരുന്നാൾ ദിവസം നമ്മളിൽ നിന്ന് സലാം പറഞ്ഞു. അതിന്റെ അയ്യാമുത്ത ശരീക്കിന്റെ ആദ്യത്തെ ദിവസത്തിലാണ് നാം നിലകൊള്ളുന്നത്. അല്ലാഹു നമ്മുടെ കർമ്മങ്ങളൊക്കെ അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. എന്നാൽ ഈ പവിത്രമായ ഈ ബലിപെരുന്നാളിനോടനുബന്ധിച്ച് നാം മനസ്സിലാക്കേണ്ടതും നാം ഉൾക്കൊള്ളേണ്ടതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു. ഒന്ന് അദബ്, മര്യാദയാണ്. അതുപോലെ തന്നെ അനുസരണയാണ്. ഇങ്ങനെ തുടങ്ങിയ പല വിശേഷണങ്ങളും സൂചിപ്പിച്ചു. എന്നാൽ അത് ആരിൽ നിന്ന് ഉണ്ടാകണം, അത് എങ്ങനെ മനസ്സിലാക്കണം എന്നതിനെ കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
അവിടുന്ന് പഠിപ്പിക്കുന്ന ഹദീസുകളിൽ കാണാം, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്രത്തി, പ്രസവിക്കപ്പെടുന്ന എല്ലാ കുഞ്ഞു മക്കളും ശുദ്ധ പ്രകൃതിയിലാണ് പ്രസവിക്കപ്പെടുന്നത്. ലോകത്ത് എത്രത്തോളം സന്താനങ്ങൾ ഉണ്ടാകുന്നുവോ അതെല്ലാം നല്ല ശുദ്ധമായ പ്രകൃതിയിലാണ് പ്രസവിക്കപ്പെടുന്നത്. വഇന്നമാ അബവാഹു യുഹബ്ബിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി, മാതാപിതാക്കളാണ് അവനെ യഹൂദിയും നസറാനിയും മജൂസിയുമാക്കുന്നത് എന്ന് ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഹദീസുകൾ പരിശോധിക്കുമ്പോൾ കാണാം. എന്തിനാണ് ഈ വിഷയം സൂചിപ്പിക്കുന്നത്? ഈ പരിശുദ്ധമായ ബലികർമ്മം നിർവഹിച്ചു അതിന്റെ മാംസങ്ങളൊക്കെ നാം വളരെ സന്തോഷകരമായ രീതിയിൽ കഴിക്കുമ്പോൾ നാം ചിന്തിക്കണം, ഒരു ഉത്തമമായ കുടുംബത്തെ വാർത്തെടുത്ത, ഒരു ഉത്തമമായ കുടുംബത്തിന് വലിയ മാതൃകയായ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, അവിടുത്തെ പ്രിയപ്പെട്ട മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം, അവിടുത്തെ ഭാര്യ ഹാജറ റളിയല്ലാഹു അൻഹയുടെ ചരിത്രത്തിലേക്ക് നാം ഒന്ന് മടങ്ങണം. നാം എല്ലാവരും മക്കളെ വളർത്തുന്നവരാണ്, മക്കളെ പഠിപ്പിക്കുന്നവരാണ്. ഉന്നതമായ വിദ്യാഭ്യാസങ്ങൾ നമ്മളെ മക്കളെ കൊണ്ട് നാം കരസ്ഥമാക്കാൻ വേണ്ടി അതിനു വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നവരാണ്. പക്ഷേ പല മാതാപിതാക്കളും ഇന്ന് കണ്ണീരാൽ വേദനിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. മക്കൾ മക്കളുടേതായ ഇഷ്ടാനുസരണമുള്ള ജീവിതങ്ങൾ. അങ്ങനെ ഒരു കുടുംബവുമായി ബന്ധപ്പെടുമ്പോൾ എവിടെയാണ് സമാധാനം ഉണ്ടാകുന്നത്? എവിടെയാണ് ശാന്തി ഉണ്ടാകുന്നത്? ആ കുടുംബം എങ്ങനെയാണ് ഉത്തമമായ കുടുംബമായി മാറുന്നത്? എന്നാൽ 1400 വർഷങ്ങൾക്ക് അപ്പുറം മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാണ്, എല്ലാ സന്താനങ്ങളും എല്ലാ കുട്ടികളും അവർ ശുദ്ധമായ പ്രകൃതിയിലാണ് പ്രസവിക്കപ്പെടുന്നത്. അവരെ മോശക്കാരാക്കുന്നത് തന്നെ അവരെ യഹൂദിയും നസറാനിയും മജൂസിയും. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയുടെ ശറഹിൽ ഫത്ഹുൽ ബാരിയൊക്കെ പരിശോധിക്കുമ്പോൾ കാണാം, ആ കുട്ടികളെ മോശമായ ചുറ്റുപാടിലേക്കെല്ലാം കൊണ്ടുപോകുന്നത് മാതാപിതാക്കളാണെന്ന് പറയുമ്പോൾ നാം അത്ഭുതപ്പെടും. അതെങ്ങനെയാണ് എന്ന്. അവനവൻ വളർത്തുന്ന പൊന്നോമന മക്കളെ കുറിച്ച് മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി. ഏത് മാതാപിതാക്കളുടെ ഇഷ്ടാനുസരണമാണ് മക്കൾ എന്ന് പ്രവർത്തിക്കുന്നത്? ഒരു സദസ്സിലേക്ക് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എത്ര ആള് കൈവെക്കും? നമുക്ക് കൈവെക്കാൻ പറ്റില്ല, തല താഴ്ത്തേണ്ട അവസ്ഥയാണ് വരുന്നത്. മക്കൾ മക്കളുടേതായ ഇഷ്ടാനുസരണമാണ്. വിവാഹത്തിലേക്ക് തന്നെ നാം കണ്ണോടിച്ചു നോക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം മക്കള് തന്നെ ഭർത്താക്കന്മാരെയും ഭാര്യമാരെയും കണ്ടെത്തുന്ന കാലഘട്ടത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. വേണ്ട എന്ന് ഒരു മാതാവിനോ പിതാവിനോ പറയാനുള്ള ആർജവമില്ലാതെ പോയിരിക്കുകയാണ്. ഇവിടെയൊക്കെ ചിന്തിക്കേണ്ടത് എവിടെയാണ് തെറ്റുപറ്റിയത് എന്ന്. മക്കൾ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അതുപോലെയുള്ള അശ്ലീലങ്ങളുമായി നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ മാറുമ്പോൾ അത് എവിടെയാണ് വഴിപിഴച്ചത് എന്നതിനെ കുറിച്ച് മാതാപിതാക്കൾ ചിന്തിക്കുന്നുണ്ടോ, ആലോചിക്കുന്നുണ്ടോ?
നാം ഇങ്ങനെ നാൽക്കാലി മൃഗങ്ങളെ പോലെയുള്ള ഒരു ജീവിതമാണ് നമ്മുടേത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നാൽ ഇവിടെയൊക്കെ നമ്മുടെ നേതാവ് മില്ലത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ പാതയിലേക്ക്, ആ ചര്യയിലേക്കാണ് നമ്മൾ മടങ്ങേണ്ടത്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാക്കുകൾക്ക് ഒരൽപ്പം പോലും അനുസരണക്കേട് കാണിക്കാത്ത പ്രിയപ്പെട്ട മകനാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം. മഹദിയായ ഹാജറ റളിയല്ലാഹു അൻഹയുടെ ഒരു വാക്കുകൾക്കോ നോട്ടങ്ങൾക്ക് പോലോ എതിര് പ്രവർത്തിക്കാത്ത മകനാണ് ആര്? ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ട് തന്നെയാണല്ലോ ഇന്നും ആ ചരിത്രം ലോകത്തിങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്നത്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്തത്, ഹാജറ ബീവി റളിയല്ലാഹു അൻഹ ചെയ്തത്, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്തത്, അത് ഇന്ന് ലോകം അംഗീകരിച്ചു കൊണ്ടിരിക്കുകയാണ്, ആ അമലുമായി ബന്ധപ്പെടുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഉപ്പമാര്, നമ്മുടെ ഉപ്പാപ്പമാര് ചെയ്ത ഏതെങ്കിലും കാര്യം ഇന്നത്തെ ഈ ജനറേഷൻ ചെയ്യുന്നുണ്ടോ? ഇന്നത്തെ ഈ മക്കൾ ചെയ്യുന്നുണ്ടോ? എവിടെ? അതൊക്കെ പഴഞ്ചനാണെന്ന് പറഞ്ഞ് തട്ടിക്കളഞ്ഞ് നമ്മുടേതായ ഇഷ്ടാനുസരണമുള്ള ഒരു ജീവിതവുമായി ഞാനും നിങ്ങളും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സമാധാനമുണ്ടോ? നമ്മളെ കാണുമ്പോൾ നല്ല വസ്ത്രധാരികൾ, നല്ല മാന്യമായ രീതിയിലുള്ള വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നു. അതുപോലെ നമ്മെ കാണുമ്പോൾ നല്ല ഡിസിപ്ലിനാണ്. പക്ഷെ നമ്മുടെ അകത്തളങ്ങളിൽ വല്ലാത്ത പ്രയാസങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളുമാണ്. ആരോട് പറയാനാ? ആരോട് പറയാനാ? മക്കളെ വളർത്തി വലുതാക്കി ഇന്ന് ഒരു സ്വസ്ഥതയില്ലാത്ത ജീവിതവുമായി ഓരോ കാരണവന്മാരും മുന്നേറുകയാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, മുൻഗാമികളുടെ പാതയിലേക്ക് നാം മടങ്ങണം. നമ്മുടെ മക്കളെ നാം എങ്ങനെയാണ് വളർത്തിയെടുക്കേണ്ടത്? നമ്മുടെ മക്കളെ എങ്ങനെയാണ് നാം ശാസിക്കേണ്ടത്? അത് പരിശുദ്ധമായ ഖുർആനും തിരുസുന്നത്തും പ്രവാചകന്മാരിലൂടെ, സ്വഹാബത്തിലൂടെ, താബിഈങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പാതയാണ് നാം അനുധാവനം ചെയ്യേണ്ടത്. അതിനെയാണ് ഞാൻ റോൾ മോഡലാക്കേണ്ടത്. അങ്ങനെ ആക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതങ്ങളിൽ സ്വസ്ഥതയും സമാധാനവും ആനന്ദവും ഉണ്ടാകുന്നതാണ്. ഇന്നലെ പരിശുദ്ധമായ ഈദുൽ അദ്ഹ ബലിപെരുന്നാള് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കട്ടെ, സ്വന്തം വീടിന്റെ അകത്തളങ്ങളിൽ ഇരുന്നുകൊണ്ട് പ്രിയപ്പെട്ട മക്കളോടും ഭാര്യയോടും മാതാപിതാക്കളോടും ഒരുമിച്ചിരുന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചവർ ആരുണ്ട് എന്ന് ഈ വെട്ടിക്കാട്ടുകുന്ന് ബദരിയ മുസ്ലിം ജമാഅത്തിന്റെ അംഗങ്ങളുടെ ആ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ എത്ര കുടുംബം ഉണ്ടാകും പ്രിയപ്പെട്ടവരെ? നമ്മൾ മുസ്ലിമീങ്ങളാണ്. എത്ര കുടുംബങ്ങൾ ഉണ്ടാകും? നമുക്കൊക്കെ വലിയ ഡിമാൻഡും വലിയ പവറും വലിയ സ്ഥാനമാനങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ എത്ര കുടുംബത്തിൽ അങ്ങനെ ഒരു സന്തോഷത്തിൽ പങ്കിട്ടവരുണ്ട്? അവിടെയാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാതൃക. ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയുടെ ആ കുടുംബ ജീവിതം, ആ സന്താന പരിപാലനം നാം മനസ്സിലാക്കണം. ഓരോ ബലിപെരുന്നാൾ കഴിയുമ്പോൾ മഹല്ലുകളിൽ അറുത്ത് മാംസം വീതം ചെയ്ത് മാത്രമല്ല, നാം മാതൃക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അത്തരം കാര്യങ്ങളൊക്കെ നാം ശ്രദ്ധിക്കണം. അത്തരം കാര്യങ്ങൾ നാം മനസ്സിലാക്കുമ്പോഴാണ്
നമ്മുടെയൊക്കെ ജീവിതങ്ങളെ കൊണ്ട് അർത്ഥമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ വിളിച്ചു പറഞ്ഞത്, ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. തീർച്ചയായും നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും നിങ്ങൾക്ക് നാശമാണ് എന്ന് സൂറത്തു പരിശുദ്ധമായ ഖുർആൻ വിളിച്ചു പറയുന്നത്. വല്ലാഹു ഇൻദഹു അജ്റുൻ അദീം. അത് മാത്രമല്ല, ഫിത്നയാണ് എന്ന് പറഞ്ഞതിന്റെ തൊട്ടടുത്ത് അല്ലാഹു പറയുകയാണ്, അല്ലാഹുവിന്റെ അടുക്കലാണ് മഹത്തായ പ്രതിഫലമുള്ളത്. മക്കളെ തന്നത് നമുക്ക് ഡിമാൻഡിന് വേണ്ടിയല്ല, അഹങ്കരിക്കാൻ വേണ്ടിയല്ല. ആ മക്കളെ തന്നത് നമ്മെ പരീക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്. നാം മനസ്സിലാക്കേണ്ട കാര്യമാണത്. മക്കളെ അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ളത് ഒരു പരീക്ഷണ വസ്തുവാണ്. അത് മാത്രമല്ല, അമാനത്താണ്. ആ അമാനത്തിനെ വിശ്വസ്തയോടുകൂടി തിരിച്ചേൽപ്പിക്കണം. തിരിച്ചേൽപ്പിച്ചില്ലെങ്കിൽ അല്ലാഹുവിന്റെ മുമ്പിൽ ഞാനും നിങ്ങളും സമാധാനം പറയേണ്ടി വരും. അല്ലാഹുവിന്റെ അടുക്കൽ നാം മോശക്കാരാവേണ്ട ഒരവസ്ഥ വരുന്നതാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്തരം കാര്യങ്ങളുമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ മക്കളും സമ്പത്തും നാശമാണ്. അതുപോലെ അല്ലാഹുവിന്റെ അടുക്കൽ മഹത്തായ പ്രതിഫലമുണ്ട്. ഈ പ്രതിഫലമുണ്ടെന്ന് പറയാനുള്ള കാരണം, മാതാപിതാക്കളെ അനുസരിക്കുന്ന, മാതാപിതാക്കളെ വഴിപ്പെടുന്ന, മാതാപിതാക്കളുടെ ഓരോ ചലനങ്ങളും മനസ്സിലാക്കി ആ മാതാപിതാക്കളിലൂടെ ഗുണഫലങ്ങൾ എത്രത്തോളം നേടിയെടുക്കാൻ പറ്റുമോ എന്ന് അതിനെക്കുറിച്ച് മനസ്സിലാക്കി സ്വന്തം ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന, സ്വന്തം ജീവിതങ്ങളെ മറ്റുള്ളവർക്ക് മാതൃകയാക്കി തരുന്ന രീതിയിലുള്ള ഒരു മകനോ മകളോ ഉണ്ടാകുമ്പോൾ ആ മാതാവിനും പിതാവിനും വലിയ സന്തോഷങ്ങളാണ്, വലിയ ആനന്ദങ്ങളാണ്. ഹബീബായ തങ്ങളാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളുടെ ചര്യ പിൻപറ്റുകയും അവരുടെ ഓരോ കാര്യങ്ങളുമായി ബന്ധപ്പെടൽ ഒരു സത്യവിശ്വാസിയുടെ അടയാളമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ടെന്നാണല്ലോ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഇഹ്യായിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. 5 കാര്യങ്ങൾ. ഒരു കുഞ്ഞ് പിറന്നാലുള്ള മര്യാദകൾ 5 എണ്ണമാണ്. ഇന്ന് ഈ മര്യാദകൾ പാലിക്കുന്ന എത്ര മാതാപിതാക്കളുണ്ട്? നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആൺകുട്ടിയാണെങ്കിൽ ബഹുമാനപ്പെട്ട ഉസാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു, ആൺകുട്ടിയാണെങ്കിൽ അമിതമായി സന്തോഷിക്കുകയോ പെൺകുട്ടിയാണെങ്കിൽ ദുഃഖിക്കുകയോ ചെയ്യാതിരിക്കുക. ഇന്നങ്ങനെയാണോ? ലേബർ റൂമിന്റെ ഫ്രണ്ടിൽ ചെന്ന് ആദ്യത്തത് 2 പെണ്ണാണ്. 3ാമത്തെ പ്രസവത്തിന് ലേബർ റൂമിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവിടുന്ന് ഒരു കുഞ്ഞിനെ കൊണ്ട് അവിടുത്തെ സിസ്റ്റർ വരികയാണ്. ഇന്ന വ്യക്തിക്ക് ഒരു സുന്ദരിക്കുട്ടിയോട് ഉണ്ടായി എന്ന് പറയുമ്പോൾ ആ പിതാവിന്റെ മുഖം പോകുന്ന പോക്ക് കാണാൻ അഊദുബില്ല, അല്ലാഹു കാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, എത്ര വിഷമമുണ്ടെന്ന് അറിയാമോ? ഈ കഴിഞ്ഞ ദിവസം ഒരു ത്വലാഖിന്റെ മസ്ലഹത്തുമായി ബന്ധപ്പെട്ടപ്പോൾ, ആരാ മുസ്ലിമീങ്ങളുടെ ഇടയിലുള്ള കാര്യമാണ്, ഒരു ത്വലാഖുമായി അതിനൊരു മസ്ലഹത്തുമായി ബന്ധപ്പെട്ടപ്പോൾ കാര്യം എന്താ? പെണ്ണ് പ്രസവിച്ചത് 3 പെണ്ണ്, 4ാമതും അവള് പ്രസവിക്കാൻ ഗർഭിണിയാണ്. അപ്പൊ ഇവൻ പറയുന്ന വാക്കാണ്, അതും പെണ്ണാണെങ്കിൽ ഞാൻ നിന്നെ ത്വലാഖ് ചെയ്തു. സുബ്ഹാനല്ലാഹ്, എന്താണ് ദുനിയാവിന്റെ അവസ്ഥ? 4ാമത്തതും പെണ്ണാണെങ്കിൽ നിന്നെ ത്വലാഖ് ചൊല്ലും. പെണ്ണിന് പ്രഷർ കയറി
പ്രയാസം കയറി. കാരണം 7 മാസമുള്ള ഗർഭിണിയായി നിൽക്കുന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള വിഷമങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാകാൻ പാടില്ല എന്ന ആധുനിക സയൻസ് ഇന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു വിദ്യാഭ്യാസമില്ലാത്ത കാലഘട്ടത്തിൽ നമ്മുടെ കാരണവന്മാര് 7-ാം മാസം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പുതിയാപ്പിളയുടെ വീട്ടിലേക്ക് വിടൂല. വേറെ ഒന്നുമായിട്ടല്ല, സംരക്ഷിക്കേണ്ട സമയങ്ങളാണ്. പരിശുദ്ധമായ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ കാണാം, കിതാബിന്റെ ഉദ്ധരണികൾ പരിശോധിക്കുമ്പോൾ കാണാം, ആ സമയത്തുണ്ടാകുന്ന ഓരോ പ്രയാസങ്ങൾക്കും പ്രഷറുകൾക്കും വേദനകൾക്കും ആ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന കുട്ടിക്ക് അത് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുമെന്ന് ആധുനിക സയൻസിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. വൈകല്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന്. എന്നാൽ മഹാന്മാര് മുൻകാല മഹത്തുക്കൾ പറഞ്ഞു അത് വേണ്ട, അങ്ങനെ അവർ കൃത്യമായി കൊണ്ടുവന്നാൽ പിന്നെ പ്രസവമൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിയുമ്പോഴാണ് തിരിച്ചുവിടുന്നത്. അവിടേക്ക് ഒരുപാട് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോട് ഇരിക്കട്ടെ. എന്നാൽ ആ പ്രിയപ്പെട്ട കുട്ടിയോട് അങ്ങനെ പറഞ്ഞപ്പോൾ മാനസികമായി തകർന്നുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാണ് മക്കളെ തരുന്നത്? അല്ലാഹുവാണ്. അല്ലാഹുവാണ് മക്കളെ തരുന്നത്. 10ഉം 12ഉം 13ഉം വർഷങ്ങളായി വിവാഹം കഴിച്ചിട്ട് ഒരു സന്താനം പോലും ഇല്ലാതെ വിഷമിക്കുന്നവര് ഓരോ ദിവസവും ബെഡ്റൂമിലേക്ക് ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. അല്ലാഹ് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരു തരിയെനിക്ക് നീ തരണേ അല്ലാഹ് എന്ന് പ്രാർത്ഥിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളെ വെച്ച് നോക്കുമ്പോൾ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അല്ലാഹു തരുന്നതാണല്ലോ, അത് അമാനത്താണ് മുഅ്മിനീങ്ങളെ. അതിനെ നാം വളരെ മനോഹരമായി സ്വീകരിക്കണം. അതിനെ നാം മനോഹരമായ രീതിയിൽ റബ്ബിന്റെ ഭാഗത്ത് നിന്ന് കബൂലാക്കണം. അവിടെയാണ് വിശ്വാസിയുടെ ഈമാൻ ഇരിക്കുന്നത്. നമ്മുടെ ഇഷ്ടമല്ല റബ്ബിനോട് ചോദിക്കാൻ, നമുക്ക് അല്ലാഹുവിനോട് അടുക്കാൻ തരുന്നതാരാണ്? അല്ലാഹ് തരാൻ ഉദ്ദേശിച്ചതിനെ തടക്കാൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല. അല്ലാഹ് തരില്ല എന്ന് പറഞ്ഞാൽ അതിനെ കൊടുക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. ആ വസ്തുത നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ആൺകുട്ടിയാണെങ്കിൽ അമിതമായി സന്തോഷിക്കുക, പെൺകുട്ടിയാണെങ്കിൽ ദുഃഖിക്കുകയോ ചെയ്യരുത്. ആരിലാണ് നന്മയുള്ളതെന്നറിയില്ലല്ലോ. ഇന്ന് രാവിലെ ഞാൻ ഒരാവശ്യത്തിന് വേണ്ടി ഒരു വ്യക്തിയുമായി സംസാരിച്ചപ്പോൾ ആ പ്രിയപ്പെട്ട പിതാവുമായി ഇങ്ങനെ അല്പ സംസാരത്തിന്റെ ഇടയിൽ എന്നോട് ചോദിച്ചെത്ര മക്കളാണ്? ഞാൻ 3 മക്കളാണ്. എത്ര ആൺകുട്ടികളാണെന്ന് ചോദിച്ചപ്പോൾ ഇല്ല, 3 പെൺമക്കളാണ്. ആ പ്രിയപ്പെട്ട പിതാവ് എന്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് വേദനയോടുകൂടി പറയുകയാണ്, നിങ്ങൾ വലിയ ഭാഗ്യവാനാണ്. ഞാൻ ചോദിച്ചു എന്താ പറയാനുള്ള കാരണം? ആ പിതാവ് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എനിക്ക് മക്കളുണ്ട്, പക്ഷേ എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ ആൺമക്കളാണ്. പക്ഷേ ഇന്നും ഞാൻ കണ്ണീരാൽ കഴിയുകയാണ്. എനിക്കൊരു സ്വസ്ഥതയുമില്ല. ഞാൻ വളർത്തി വലുതാക്കി വലിയ ജോലികൾ വാങ്ങിക്കൊടുത്ത് വിവാഹങ്ങൾ ചെയ്തു കൊടുത്തു. ആ മക്കളെ കൊണ്ട് എനിക്ക് ഇതുവരെ ഒരു ഫലവും കിട്ടുന്നില്ല, വേദനയില്ലാതെ മറ്റൊന്നുമില്ല എന്ന് പ്രിയപ്പെട്ട പിതാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ട് അവർ പറയുകയാണ്, പെൺമക്കളാണെങ്കിൽ സന്തോഷമാണല്ലോ. ആ വിവാഹം ചെയ്തു കൊടുക്കുന്ന സമയത്തുള്ള ചെറിയ സാമ്പത്തികമായ വിഷമം, അത് കഴിഞ്ഞാൽ അവരുടെ സുന്ദരമായ ജീവിതം. ആൺമക്കളാണെങ്കിൽ പഠിപ്പിക്കണം, വലുതാക്കണം, ജോലി വാങ്ങിക്കൊടുക്കണം. എല്ലാം കഴിയുമ്പോൾ നമ്മളെ വേസ്റ്റ് കൊട്ടയിലേക്ക് തള്ളിക്കളയുന്ന രീതിയായി കാലഘട്ടം മാറുമ്പോൾ ആ പിതാവിന്റെ വേദന നമ്മൾ മനസ്സിലാക്കണം. എന്റെ ശബ്ദം കേൾക്കുന്ന പല
പിതാക്കന്മാരുടെ മനസ്സിന്റെ അകത്തളങ്ങളിലുള്ള വേദനകളും പ്രയാസങ്ങളുമാണ് ഇത്. നാം ചിന്തിക്കേണ്ട കാര്യമാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. കാണുമ്പോൾ നല്ല രസമാണ്, നമ്മെ നല്ല വാഹനം, വീട്, സൗകര്യം. ഒരു ചായ കുടിക്കണമെങ്കിൽ ആരോട് ചോദിക്കണം? ആരോട് ചോദിക്കണം? കഴിഞ്ഞ 10 വർഷക്കാലം അങ്ങനെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടായതിന്റെ പേരിൽ അവിടെ ഒരുപാട് ആളുകൾക്ക് പെൻഷനുമായി അങ്ങനെയൊക്കെ ഓരോരുത്തരുടെ ജീവിതങ്ങളൊക്കെ വളരെ സന്തോഷകരമായ രീതിയിൽ പോയി. മനസ്സിലാക്കണം, തുടർന്നും അങ്ങനെ കിട്ടുകയാണെങ്കിൽ വളരെ സന്തോഷം ഓരോ പിതാക്കന്മാരുടെയും മാതാക്കന്മാരുടെയും മുഖത്തലങ്ങളിൽ ഉണ്ടാകും. ജോലിയില്ലാത്തവരെന്ത് ചെയ്യും പ്രിയപ്പെട്ടവരെ? യാചിക്കാൻ പറ്റോ? കതറിട്ടുകൊണ്ട് മറ്റുള്ളവരുടെ മുൻപിൽ പോയി യാചിക്കുക മോശക്കേടല്ലേ? സ്വന്തം ജ്യേഷ്ഠനോട് അനിയനോട് പോയി പൈസ ചോദിക്കാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് മനസ്സമ്മതിക്കോ? കാരണം നമ്മുടെ ജീവിതത്തിന്റെ ആ കോലവും നമ്മുടെ ജീവിതത്തിന്റെ ആ പ്രൗഢിയും കാണുമ്പോൾ ഒരാളോട് എങ്ങനെ ചോദിക്കും? നമ്മൾ ചിന്തിക്കണം, അങ്ങനെയല്ലേ? പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കേണ്ട കാര്യമാണത്. അതുകൊണ്ട് സന്താന പരിപാലനത്തിന്റെ വലിയൊരു മാതൃകയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നമുക്ക് നൽകുന്ന വലിയ പാഠം. രണ്ടാമത് പഠിപ്പിക്കുന്നു, കുഞ്ഞിന്റെ ചെവിയിൽ ബാങ്ക് വിളിക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫഅദ്ദിൻ ഫീ ഉദിനിഹിൽ യുംന വഅഖാമ ഫീ ഉദിനിഹിൽ യുസ്റാ ദുഫിഅത് ഇൻദഹു ദുഫിഅത് ഹദീസുകൾ പരിശോധിക്കുമ്പോൾ കാണാം, ഒരാൾക്ക് ഒരു കുഞ്ഞ് പിറക്കുകയും അവന്റെ വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇഖാമത്തും വിളിച്ചാൽ അവനെ തൊട്ട് ഉമ്മുസ്ബിയാൻ, ഒരു തരം പിശാചാണ്, അതിനെ തടയപ്പെടുന്നതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതിന് സമയമുണ്ടോ? ഇന്ന് അങ്ങനെ ഒന്നുമില്ല. ഇന്നിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് എന്തെങ്കിലും ചെറിയ പ്രയാസങ്ങളും വിഷമങ്ങളും വരുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകും. അപ്പോൾ തന്നെ പിന്നെ മൊത്തം ഹോസ്പിറ്റലിലേക്ക് ഏൽപ്പിക്കാറ്. ഒരു പിതാവ്, ഒരു മാതാവോ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നില്ല. കുട്ടീന്റെ ഐശ്വര്യാണ്, മഞ്ഞപ്പാണ്, അങ്ങനെയാണ്, എങ്ങനെയാണ്. പക്ഷേ പെട്ടെന്ന് ഒരു കുട്ടിക്ക് വേണ്ടി ആദ്യമായി ചെയ്യേണ്ടത് ബാങ്കും ഇഖാമത്തുമാണ്. അത് പലപ്പോഴും എല്ലാം കഴിഞ്ഞ് ചിലപ്പോ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് വരെയായിരിക്കും ചിലപ്പോൾ ബാങ്ക് ഇഖാമത്ത് കൊടുക്കുന്നത്. നമ്മളൊക്കെ ഇപ്പൊ ഒരുപാട് പുരോഗമിച്ചു പോയില്ലേ. ദീനൊക്കെ മാറി നിൽക്കും. നമ്മുടെ ഇഷ്ടമാണിപ്പോൾ. അങ്ങനെയല്ലടോ. ഒരു കുഞ്ഞു പിറന്നാൽ വേഗം ചെയ്യേണ്ടത് അതാണ്. മറ്റുള്ള സംസാരങ്ങളിലേക്ക് നമ്മൾ കടക്കാതെ ആ കുഞ്ഞിനെ കിട്ടിയ ഉടൻ തന്നെ അതിന്റെ വലത് ചെവിയിൽ ബാങ്ക് കൊടുക്കണം, ഇടത് ചെവിയിൽ ഇഖാമത്ത് കൊടുക്കണം. ആ കുട്ടിയുടെ ജീവിതത്തിൽ വലിയ സന്തോഷമാണ് ഉണ്ടാകുന്നത്. മൂന്നാമത് ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നു, നല്ല പേര് വെക്കുക അത് കുട്ടിയോടുള്ള കടമകളിൽപ്പെട്ടതാണ്. ആ വിഷയത്തെ കുറിച്ച് മഹാന്മാര് കിതാബിൽ രേഖപ്പെടുത്തുന്നത് കണ്ട സുബ്ഹാനല്ലാഹ്, നമ്മൾ ഞെട്ടിപ്പോകും. നമ്മൾ പേര് വെക്കുന്നത് പോലെയൊന്നുമല്ല. നമ്മൾ എപ്പോഴാ പേര് വെക്കണേ? നമ്മൾ ഒന്ന് ചിന്തിക്കണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ചിലപ്പോ കൊച്ചിനെ അംഗൻവാടിയിലോ മദ്രസയിലോ LKG-യിലൊക്കെ ആക്കാൻ ചെല്ലുമ്പോൾ അവിടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്ന സമയത്താണ്, ഒരു മിനിറ്റ് ഉസ്താദ് ഒന്ന് ക്ലിയർ ആക്കാനുണ്ട്, ഒറിജിനൽ പേരല്ല, അന്നൊരു പേര് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് അവസാനമാണ് നമ്മൾ ആകെ എല്ലാ രീതിയിലും മതം പതിച്ചു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആ കുട്ടിയെ മജൂസിയും നസ്രാണിയും ജൂതരുമാക്കി ആ കുട്ടിയെ മോശമായ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകുന്നത് മാതാപിതാക്കളാണെന്ന് തന്നെ ഖാല റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. മനസ്സിലായില്ലേ? ആദ്യം നല്ല പേര് വെക്കണം. അത് ആ കുട്ടിയോടുള്ള കടമകളിൽപ്പെട്ടതാണ്. എന്നിട്ട് അവസാനം പേര് വെക്കും. നാട്ടിലും പഞ്ചായത്തിലും ഇല്ലാത്തൊരു പേര് വെക്കും. സ്വന്തം ബാപ്പാക്ക് പോലും വിളിക്കാൻ കിട്ടൂല. എന്നിട്ട് പിള്ളേരെ വിളിക്കാൻ എന്താ കുട്ടൂസേന്ന് വിളിക്കും. എന്നിട്ട് ഏത് രജിസ്റ്റർ ചെയ്യാൻ നേരത്ത് പേര് വയ്ക്കും.
അപ്പൊ തന്നെ വീട്ടിലേക്ക് വിളിച്ചു ചോദിക്കാൻ എന്താ പേര്. നിന്ന് കൂടുതലും ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറൊക്കെ അല്ലെന്ന് വന്ന് കുട്ടികളെ ചേർക്കണം. വാപ്പാക്കുമ്മാക്കും നേരമില്ലല്ലോ സ്വന്തം മക്കളെ കൊണ്ടേ ചേർക്കാനും അവരെ കാര്യങ്ങൾ അന്വേഷിക്കാൻ നേരമില്ല. എന്നിട്ട് വിളിച്ചു ചോദിക്കുക എന്താ കുട്ടിയുടെ പേര്. വളരെ മലീനസമായ ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു കാക്കുമാറാകട്ടെ. നാലാമത്, ആൺകുട്ടികൾക്ക് മഹാനായ പരിശുദ്ധമായ ദീനിന്റെ നിയമമാണത്. ഹഖീഖ അർത്ഥം കൊടുക്കുക. ആ ഹഖീഖത്തുമായി ബന്ധപ്പെട്ട് ആൺകുട്ടികൾക്ക് സുന്നത്തായ രൂപം 2 ആടുകളാണ്. പെൺകുട്ടികൾക്കാണെങ്കിൽ 1 ആടുമാണ് ഹഖീഖ അർത്ഥം കൊടുക്കേണ്ടത്. ഇനി ആടിനെ അറക്കാനില്ല. ആദ്യത്തതൊരു മകനാണ്, രണ്ടാമത്തതൊരു മകളാണ്, മൂന്നാമത്തൊരു മകനാണ്. 3 കുട്ടികളായി. ആർക്കും ഹഖീഖ അർത്ഥം കൊടുത്തിട്ടില്ല. എന്നാൽ അവൻ ചെയ്യണം, ഒരു നല്ലൊരു മൃഗത്തെ, ഒരു നല്ല കാളയെ അല്ലെങ്കിൽ ഒരു പോത്തിനെ വാങ്ങിയിട്ട് ആ 3 പേർക്ക് വേണ്ടി ചെയ്യാം. ആടിൽ ഒരാളിൽ കൂടുതൽ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ നിയമം. മൃഗത്തിലാണ് മറ്റുള്ള മാടുകളിലാണെങ്കിൽ 7 വരെ ആകാം എന്നാണല്ലോ ശർഅ് പഠിപ്പിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ തന്നെ ചെയ്യാം. ഏറ്റവും അഭികാമ്യം ഏതാണ്? ആൺകുട്ടികൾക്ക് 2 ആടും പെൺകുട്ടികൾക്ക് 1 ആടുമാണ് ഹഖീഖത്ത് അറുത്തു കൊടുക്കേണ്ടത്. അത് അവരുടെ ജീവിതത്തിന്റെ വലിയ ബറക്കത്തിനും ഐശ്വര്യത്തിനും നന്മക്കും വേണ്ടിയാണ്. അതൊന്നും നമ്മൾ ചെയ്യൂല. 40 കുറി പോലെയുള്ള കാര്യങ്ങളൊക്കെ പന്തലിട്ട് വലിയ ആർഭാടമായി കാര്യങ്ങളൊക്കെ എടുക്കും. ആ കുട്ടിയുടെ ദൗത്യം, ആ കുട്ടിയുടെ ഭാവിക്ക് സന്തോഷകരമായ രീതിയിലുള്ള ഒരു നന്മയുമായി ബന്ധപ്പെടാൻ ഒരു മാതാപിതാക്കളും തയ്യാറാകുന്നില്ല. 5ാമത്തെ കാര്യമാണ് മധുരം നൽകുക എന്നത്. ഒരു കുട്ടി ജനിച്ചാൽ മധുരം നൽകണം. മധുരം അത് തീയിൽ സ്പർശിക്കപ്പെടാത്ത രീതിയിലുള്ള ആഹാരമായിരിക്കണം ഏറ്റവും ഉചിതമെന്ന് മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറയുന്നത്? മക്കൾ നല്ല അദബുള്ളവരാകാൻ വേണ്ടിയാണ്, അനുസരണയുള്ളവരാകാൻ വേണ്ടിയാണ്, സമൂഹത്തിനും കുടുംബത്തിനും എല്ലാം ഉപകരിക്കപ്പെടുന്ന തരത്തിലുള്ളത് ആകാൻ വേണ്ടിയാണ്. അങ്ങനെയാണ് നമ്മുടെ മുൻഗാമികൾ കാണിച്ചു തന്നിട്ടുള്ളത്. അതേ രീതിയിൽ നമ്മുടെ മക്കളെ നാം വളർത്തുമ്പോൾ തീർച്ചയായും ഒരു കോടതിയുടെ വരാന്തയിൽ നാം കയറേണ്ട ആവശ്യം വരില്ല. എഴുതി വെച്ചു. നിങ്ങൾ ഒരു കരം തീർത്ത റസീറ്റ് തയ്യാറാക്കേണ്ട ആവശ്യം വരില്ല. ഇന്ന് അതിന്റെ ആവശ്യകതയാണല്ലോ. അതാണ് ഞാൻ എടുത്തു പറയാൻ കാരണം. ഈ പറവൂരും നമ്മുടെ പെരുമ്പാവൂരുമുള്ള കോടതിയുടെ വരാന്തകളിൽ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് പോയി ഒന്ന് സന്ദർശനം നടത്തി നോക്ക്. ഓരോ ഉപ്പയും ഉമ്മയും വന്നുകൊണ്ട് പ്രയാസപ്പെടുന്നത്, വേദനിക്കുന്നത് കോടതിയുടെ വരാന്തയിൽ നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, മോനെ നിനക്ക് ഞാനാണോ, ആ നിൽക്കുന്നവനാണ് അവളാണ് വലുതെന്ന് പറയുമ്പോൾ നൊന്തു വെച്ച പ്രസവിച്ച പൊന്നോമന ഉമ്മയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയുന്നത് എന്താ? എനിക്ക് അവൻ മതി, എനിക്ക് അവള് മതി. കാരണം എന്താ? ഈ പറയപ്പെട്ട കാര്യങ്ങളൊന്നും കൃത്യമായ രീതിയിൽ ചെയ്യാത്തതിന്റെ ഭവിഷ്യത്ത് തന്നെയാണ്. എടുത്തു നോക്കി അടിത്തറ ഒന്ന് ചെകഞ്ഞോ അങ്ങോട്ട് അന്വേഷിച്ചോ അല്ലേ? വാപ്പായിമ്മയൊക്കെ മരിച്ചു കഴിയുമ്പോ വീതം വരുമ്പോൾ ആധാരത്തിന്റെ അടിത്തറയിൽ മുന്നാധാരം അത് ഇതൊക്കെ തയ്യാറാക്കുന്നില്ലേ? എവിടം വരുമ്പോ അവിടം വരെ പോയിട്ട് ഒക്കെ നോക്കുന്നില്ലേ? ഒരു ഇച്ചിരി കിട്ടാൻ വേണ്ടി. എന്നതുപോലെ തന്നെ ഇതും അങ്ങ് ചകഞ്ഞ് അന്വേഷിച്ച് ഏത് ഹോസ്പിറ്റലിലാണ് പ്രസവിച്ചത്, എന്തൊക്കെ ചെയ്തു, ആരാ ചെയ്തത്, ചിലപ്പോൾ മധുരം കൊടുത്തത് ആരായിരിക്കും? താരിഖ് സ്വലാത്തായിരിക്കും. ഞാനിലേക്ക് കടക്കുന്നില്ല. നിസ്കാരമില്ല, ഒന്നുമില്ല, താൻ തോന്നിയായി പൈസ ഇടപാടുകളൊക്കെ ചെയ്ത് നടന്ന ഏറ്റവും മുസീബത്ത് പിടിച്ചവനായിരിക്കും. മക്കളെങ്ങനെ സ്വാലിഹീങ്ങളാകും? ഒക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു നന്മ മനസ്സിലാക്കാൻ, തിന്മയെ വേർതിരിച്ച് മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാന്മാരുടെ പാത പിൻപറ്റി ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.